ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ഇറങ്ങിപ്പോടി, എനിക്ക് കിടക്കണം. നെറ്റിയൊഴിഞ്ഞുകൊണ്ട് രാധികയ്ക്ക് നേരെ വിരൽ ചൂണ്ടി പറയുമ്പോഴും ഏകക്കൊന്ന് കിടന്നാൽ മതിയെന്നായി. രാധികയെ മുറിയിൽ നിർത്തിക്കൊണ്ട് കട്ടിൽ കയറി കിടക്കാൻ അവൾക്ക് തോന്നിയില്ല. രാധികയുമായി ഇനി ഒരു പിടിവലിക്ക് തന്റെ ശരീരം തന്നെ അനുവദിക്കില്ലെന്നും ഏകക്ക് മനസ്സിലായി തുടങ്ങി. അവളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ഏക ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ തക്കത്തിന് രാധികയും ഏകയുടെ പുറകെ തന്നെ വെച്ചുവിട്ടു. മഴ നല്ലോണം പെയ്യുന്നുണ്ട്. മഴയിലേക്ക് ഇറങ്ങാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിംഗ് ചെയറിലേക്ക് ഇരിക്കാൻ പോയതാണ് ഏക. പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പുള്ള ഏറ്റവും മുകളിലെ നിലയിലെ ആ റൂമിലെ ബാൽക്കണി ഒന്നാ കണ്ണോടിച്ചുകൊണ്ടിരുന്ന രാധിക പെട്ടെന്ന് ഉരുത്തിരിഞ്ഞൊരു തോന്നലിൽ ഏകയെ ഇടം കൈയാൽ വലിച്ചു പിടിച്ച് പൂളിലേക്ക് ആഞ്ഞു തള്ളി. ഏക കമിഴ്ന്നടിച്ച് പൂളിലേക്ക് വീഴുകയും ചെയ്തു. ഇടം കൈയാൽ ഭാരമൊതുക്കി ആഞ്ഞു തള്ളിയതിന്റെ ആഘാതത്തിൽ രാധികയും വലം കൈയടിച്ച് നിലത്തേക്ക് വീണു. ആ കയ്യമ്പത്തി പിടിച്ച് രാധിക വല്ലവിധനെ എഴുന്നേറ്റ് പൂളിലേക്ക് നോക്കി. ഏകദേശം 1.2 മീറ്റർ മാത്രം ആഴമുള്ള ചെറിയ പൂളിൽ ഏക വീണാൽ അവൾക്കിപ്പോൾ എന്ത് സംഭവിക്കാനാണ്? പക്ഷേ സംഭവിച്ചാവുന്നുമല്ല. പൂളിൽ നിന്നും മുങ്ങി നിവർന്നവൾ കാണുന്നത് തന്നെ നോക്കി നേർത്തൊരു ചിരിയോടെ നിൽക്കുന്ന വൈരിനെയാണ്. വലം കൈയാൽ മുഖം അമർത്തി തുടച്ചൊരു കിതപ്പോടെ ഏക ചുറ്റും രാധികയെ തിരഞ്ഞു. കാണുന്നില്ല. വാമി പറഞ്ഞപ്പോൾ നിന്റെ അവസ്ഥ ഇത്രയും മോശമാണെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഡോറും മലക്കെ തുറന്നിട്ട് അവള് പൂളിൽ കുത്തിമുറിയോ? അതും ഈ പെരുമഴയത്ത്. ഇങ്ങോട്ട് കേറി പാടി. ഏകയെ പിടിച്ചു വലിച്ച മുകളിലേക്ക് കയറ്റിയതും അവനും അത്യാവശ്യം നല്ലപോലെ മഴ നനഞ്ഞു തുടങ്ങിയിരുന്നു. നനയാത്ത ഭാഗത്തേക്ക് അവളെ മാറ്റി നിർത്തിയവൻ. ഇവിടെ നിൽക്ക്, ഞാനൊരു ടൗലെടുത്തിട്ട് വരാം. വയലിനകത്തേക്ക് പോയി തിരിച്ചു വരുന്ന സമയം അത്രയും ഏക രാധിക അവിടെയാകെ തിരഞ്ഞു. വളരെ വലിയൊരു ബാൽക്കണിയാണ്. ഗാർഡനും പൂളും മറ്റുമായി ഇരുട്ടിൽ കാണാൻ കഴിയാത്ത വിധം സെറ്റപ്പുകൾ വേറെയുമുണ്ട് ഇവിടെ എന്ന് അവൾക്ക് മനസ്സിലായി. വയലിന്റെ കണ്ണു വെട്ടിച്ച് രാധിക മുറിവിടാനുള്ള സമയവും ആയിട്ടില്ല. അകത്തേക്ക് പോകാൻ തിരികെ വന്നപ്പോൾ ധരിച്ചിരുന്ന പാന്റ് മാത്രമേ അവന്റെ ദേഹത്തുള്ളൂ. നനഞ്ഞ ടീഷർട്ട് ഊരി മാറ്റിയ ശേഷം കയ്യിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടവലും വെളുത്ത നിറത്തിലുള്ള ഒരു ബാത്റൂം അവന്റെ കയ്യിലുണ്ടായിരുന്നു. നനഞ്ഞ ഗൗൺ ഇട്ടിനി അകത്തേക്ക് കയറണ്ട, നനഞ്ഞതൊക്കെ മാറ്റി ഈ ബാത്റൂം ഇട്ടോ. മടിയോടെ അവളത് വാങ്ങുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ ഡ്രസ്സ് മാറുമെന്നോർത്ത് നെഞ്ചിരിപ്പേറ്റി അവൾ. കുറച്ചു സമയം മുന്നേ വരെ ജാൻസി റാണിയെ പോലെ വീറ് കാട്ടിയവൾ വൈനിന്റെ തലവട്ടം കണ്ടതേ അവന്റെ പൂച്ച കുഞ്ഞായി മാറിക്കഴിഞ്ഞിരുന്നു. എന്താണ് ഞാനിവിടെ നിന്നത് എനിക്ക് പറ്റില്ലേ? എന്റെ മുന്നിൽ നിന്ന് മാറുവാണെങ്കിൽ മാറിയാ മതി, ഇല്ലേ ഞാൻ തന്നെ ആ കർമ്മങ്ങ് ചെയ്യും. നനഞ്ഞൊട്ടിന്ന് വിറക്കുന്നവളെ മൊത്തമായി കണ്ണുകൾ കൊണ്ടൊന്നൊഴിയുമ്പോൾ വൈരിൻ വലം കൈയാൽ തന്റെ താടിയും മീശ ഒരുമിച്ചൊന്ന് തഴുകി. ഒരൊഴുക്ക് പോലെ അവളുടെ കാൽ മുതൽ ഒഴിഞ്ഞൊഴിഞ്ഞ് മുകളിലേക്ക് നോക്കി വന്നവൻ അവളുടെ കണ്ണിൽ പടർന്നു കയറിയ ചുമപ്പിലും തളർച്ചയിലും കൂർപ്പിച്ച് നോക്കി. ആ വൈന് മുഴുവൻ കുടിച്ചു തീർത്തോ നീ? അത്രയ്ക്ക് കൊതിയുണ്ടായിരുന്നെങ്കിൽ ഈ റൂമിലിറണ്ടുള്ള നീ കണ്ടില്ലായിരുന്നോ? നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കായിരുന്നല്ലോ. അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് മുഖം താടിത്തുമ്പിൽ പിടിച്ചുയർത്തി അവൻ ചോദിക്കുമ്പോഴും നാവിറങ്ങിയ പോലെ നിൽക്കുന്നവൾക്ക് കുടിച്ചതിലുള്ള കുറ്റബോധമാണെന്ന് അവനും കരുതി. ആ പോട്ടെ, വീട്ടേക്ക്. ഡ്രസ്സ് മാറി പെട്ടെന്ന് ഇതിട്ടോ. ഈ കിക്ക് വിടും മുമ്പ് എനിക്ക് നിന്നെ വേണമേക. കാതിലേക്ക് മുഖമടുപ്പിച്ചവൻ പറയുന്നതിനോടൊപ്പം കൊത്തിവെച്ച പോലുള്ള അവളുടെ ഉടലിന്റെ വശങ്ങളിലൂടെ അവന്റെ കൈ തഴുകി തലോടി ആ ഇടുപ്പിലൊന്ന് അമർത്തി പിടിച്ചു. ഏകയൊന്ന് പിടഞ്ഞുയർന്നു. ഇനി അവനെ നോക്കാൻ കഴിയാത്ത ഒരു വെപ്രാളവും രാധിക അടുത്തെവിടെയോ ഉണ്ടെന്ന ടെൻഷനുമെല്ലാം ഒരുപോലെ ഏകയിൽ അധികരിച്ചുകൊണ്ടിരുന്നു. അവന്റെ കയ്യിൽ നിന്നും വേഗത്തിൽ ബാത്റൂം വാങ്ങി അവന്റെ തന്നെ പുറകിൽ പോയി അവനെ മറയായി നിർത്തി. ആൾ ഗൗൺ മെല്ലെ അഴിച്ച് അരയോളം എത്തിച്ച ശേഷം ബാത്റൂം ചുറ്റി മറ്റെല്ലാം ഒന്നാകെ ഊരി മാറ്റി. ചെറുചിരിയോടെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ വൈരിൻ അനങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തു. നനഞ്ഞ ഗൗണും മറ്റും കൈത്തണ്ടയിൽ തൂക്കിയിട്ടുകൊണ്ട് വൈരിന്റെ മുമ്പിലായി വന്ന് നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയെന്നായി ഏകക്ക്. എനിക്ക് തീരെ വയ്യ വൈരിൻ, വല്ലാത്തൊരു ക്ഷീണം, എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. തളർച്ചയോടെ പറയുന്നതിനൊപ്പം ബാൽക്കണി ഡോറിനടുത്തേക്ക് പോകാൻ തുടങ്ങുന്ന ഏകയെ തടഞ്ഞുകൊണ്ട് അവൻ പോയി ആ ഡോറ് വലിച്ചടച്ച ശേഷം വേഗത്തിൽ വന്ന് അവളുടെ കയ്യിലെ ഡ്രസ്സ് വാങ്ങി നിലത്തേക്കിട്ട് ഇരുകയ്യാൽ അവളെ കോരിയെടുത്ത് അവിടെയുള്ള സൺ ലോഞ്ചറിനടുത്തേക്ക് നടന്നു. വൈരിൻ എവിടെ കൊണ്ടുപോവാ? അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ അവൻ അവളെയും കൊണ്ട് നേരെ പോയ ആ ലോഞ്ചറിൽ കിടത്തി അവൾക്കൊരു വശം ചേർന്ന് അവനും കിടന്നു. പെട്ടെന്ന് ഉറക്കം വരാൻ നിന്റെ ക്രഷിന്റെ അടുത്തേ ചില പൊടിക്കൈകളുണ്ട്. അതൊന്നും ഇല്ലാതെ എന്തായാലും എനിക്കിപ്പോൾ ഉറക്കം വരികയില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്കഷന് പോയതാ ഞാൻ. മഴ പെയ്യുന്നുണ്ടപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ പെണ്ണിനെയാ. നീ ഉറങ്ങിക്കാണെന്ന് ഓർത്ത് വരാൻ തുടങ്ങിയപ്പോഴാ വാമി കാണുന്നത്. അവൾ കൊടുത്ത ജ്യൂസ് കുടിച്ച് നീ പൂസായെന്ന് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആ വൈൻ ബോട്ടിൽ മോൾ ഒറ്റക്ക് കമിഴ്ത്തി കാണുമെന്ന്. പിന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കി സമാധാനപ്പെടുത്തി റൂമിൽ കൊണ്ടാക്കിയിട്ട് ഞാനിങ്ങോട്ട് ഓടി വന്നപ്പോൾ ദേ ഇവിടെ ഒരാൾ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് നീരാടുന്നു.
വിരൽ തുമ്പുകൊണ്ട് നെറ്റി മുതൽ ചിത്രപ്പണി നടത്തി അവൻ അവിടെ കഴുത്തും കടന്ന് ബാത്റൂമിനുള്ളിലേക്ക് ആ കൈ കടക്കാൻ തുടങ്ങിയതും ഏക ആ കൈക്ക് പിടിച്ച് തടഞ്ഞു. അങ്ങനെയല്ല വൈരിൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കിതപ്പേറ്റിക്കൊണ്ട് പറയുന്നവരുടെ ശബ്ദം അവൻ കേട്ടതേയില്ല. പകരം അരണ്ട വെളിച്ചത്തിൽ കാണുന്ന അവിടെ വിറക്കുന്ന ചുടികളും സംസാരിക്കുന്നതിനനുസരിച്ച് മെല്ലെ ചലിക്കുന്ന തൊണ്ടക്കുഴിയും ശ്വസിക്കുന്നതിനനുസരിച്ച് ഉയർന്നു താഴുന്ന നെഞ്ചുമൊക്കെ കാണേ ആൾ ഇനിയൊന്നും പറയാൻ അനുവദിക്കാതെ ചുണ്ടിൽ ചൂണ്ടുവിരൽ ചേർത്തു വെച്ച് തടഞ്ഞു വൈരിൻ. ഏക, ഇനി ഒരക്ഷരം നീ മിണ്ടരുത്. എനിക്കിപ്പോൾ നിന്നെ കേൾക്കണ്ട. നിന്റെ ശബ്ദവും ശ്വാസവും മാത്രം മതി. അത് മാത്രം കേൾക്കാനുള്ള മൂഡിലാണ് ഞാൻ. ചുണ്ടുകളിൽ അമർന്നിരിക്കുന്ന അവന്റെ ചൂണ്ടുവിരൽ കുറെ കൂടി അമർത്തി വെച്ചുകൊണ്ട് അവന്റെ മുഖം അവളുടെ കഴുത്തിരിക്കലൂടെ ഉരഞ്ഞു നീക്കി വൈരിൻ. ഒന്ന് എതിർക്കാൻ കൂടി കഴിയാത്തത്ര ക്ഷീണം കണ്ണുകളെ വന്ന് മൂടുമ്പോഴും അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പിടഞ്ഞുയർന്നു. ഇരുകയ്യാൽ അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ടവൻ ആ ചെയറിലേക്ക് കൂടുതൽ അമർത്തി വെച്ച് അവളുടെ അത്തരങ്ങളെ ഒന്നാകെ ഒപ്പി നുണഞ്ഞു. കണ്ണുകൾ കൂമ്പിയടച്ച് അവന്റെ പിൻതലയിൽ പിടിച്ചുകൊണ്ട് അവന്റെ മുടിയിഴകളിൽ കോർത്തു വലിച്ചു ഏക. അവന്റെ ചുണ്ടും പല്ലും നാവുമെല്ലാം ഒരുപോലെ അവളുടെ അധരങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ ഇത്തവണ തിരികെ ചുംബിക്കാൻ കൂടി അവൾക്ക് ആവതില്ലാതെയായി. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ ഒട്ടിപ്പിടിച്ച അവളുടെ അധരങ്ങൾ അവനിൽ നിന്നും വേർപെട്ടു. ഉമിനീർ നൂൽപ്പാലം തീർത്തുകൊണ്ട് അവനെ വീണ്ടും അവിടേക്ക് ആകർഷിച്ചു. ഒരിക്കൽ കൂടി ഒന്ന് അമർത്തി നുണഞ്ഞുകൊണ്ട് അവൻ ആ മുഖത്തേക്ക് നോക്കി. മിഴികൾ അടച്ചു പിടിച്ച് കിതക്കുന്നവളെ ഒന്നാകെ കണ്ണുകൾ കൊണ്ടൊന്ന് ഒഴിഞ്ഞ ശേഷം എപ്പോഴത്തെയും പോലെ അവന്റെ കൈകൾ ആ ബാത്റൂമിനുള്ളിലൂടെ നൂണ്ട് കയറി. ഏക, എന്നെ ഒന്ന് നോക്ക് പെണ്ണേ. മുഖത്തിന് നേരെ മുഖടുപ്പിച്ച് കിതപ്പോടെ പറയുമ്പോഴും അവന്റെ വലം കൈ മുറുകി അയഞ്ഞു തുടങ്ങിയിരുന്നു. പിടഞ്ഞു തുടങ്ങി അവളിൽ നിന്ന് ഉയർന്നു കേൾക്കാൻ വെമ്പിയൊരു ശീൽക്കാരം അവൾ സ്വയം തടഞ്ഞു വെക്കുന്ന പോലെ അവന് തോന്നി. ഏയ്, ആരും കേൾക്കില്ലടി. എനിക്ക് കേൾക്കണം, പ്ലീസ്. ഇത്തവണ കാതിൽ തിളങ്ങി അവളുടെ ഒറ്റക്കൽ സ്റ്റെഡ് ഉൾപ്പെടെ അവൻ കടിച്ചെടുത്ത് നുണഞ്ഞു. ഈ തണുപ്പിലും വെട്ടി വീർത്തുപോയി ഏക. മതിവായി തിരിഞ്ഞു വന്ന് അവന്റെ വശം ചേർന്ന് കിടന്ന് അവനെ മുറുകെ പുണർന്നു പിടിച്ചു അവൾ. ഇനിയും മുന്നോട്ട് പോവാൻ മനസ്സ് അവളോടും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവന്റെ നഗ്നമായ വിരിനെഞ്ചിൽ നിന്ന് വമിക്കുന്ന വിയർപ്പിന്റെയും പെർഫ്യൂമിന്റെയും സുഗന്ധം അവളെ മത്തു പിടിപ്പിച്ചുകൊണ്ട് എന്തൊക്കെയോ അവനെ തിരികെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. കൈകൾ അവന്റെ നെഞ്ചിൽ പരതി നടന്നു. കയ്യിൽ തടഞ്ഞതൊക്കെ അവൾ തലോടി നോക്കി. ചെറുതായി കടിച്ചു നോവിച്ചു. അവന്റെ ശ്വാസം കനത്തു. അപ്പോഴും ഒരു സ്വപ്ന ലോകത്തെന്ന പോലെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയവയാണ് വൈരിൻ അവളെ കോരിയെടുത്ത് നടന്നത്. ബാൽക്കണി ഡോർ വലിച്ചു തുറന്നവർ റൂമിലേക്ക് കയറി അവളെ ബെഡിലേക്ക് മലർത്തി കിടത്തി. ആൾക്ക് ഇരുവശവും മുട്ടൂത്തിന്നുകൊണ്ട് പാന്റിന്റെ ബെൽറ്റ് അഴിച്ച് ദൂരേക്ക് എറിഞ്ഞവന്റെ അടുത്ത് നീക്കം മനസ്സിലായ പോലെ ആൾ അവനെ വലിച്ച് അവളുടെ ദേഹത്തേക്ക് ഇട്ടു. വേണ്ട, പ്ലീസ് വൈരി. പറ്റില്ല, എനിക്കിനിയും പറ്റില്ലേക. ഇനിയും നിന്നെ ചേർത്ത് പിടിച്ച് കൊതി നോക്കിയിരിക്കാൻ അത്രക്ക് നല്ലവനൊന്നുമില്ല ഞാൻ. ആരിൽ പടർന്നു പിടിച്ച താപമടക്കാൻ ഇനിയൊന്നും പകരം കൊടുത്തിട്ട് കാര്യമില്ലെന്നറിയാം. എങ്കിലും ഒരു ശ്രമം എന്നോണം അവന്റെ കാതിലായി കൊഞ്ചിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞവൾ. സ്വകാര്യ വേളയിൽ എപ്പോഴും അവൻ അവളോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം. വശ്യമായ ചിരിയോടെ നെഞ്ചിന്റെ നിറവിലേക്ക് അവൻ മുഖം അണച്ചു പിടിക്കുമ്പോൾ ആൾ വെച്ച് നീട്ടിയ ഓഫർ നേടിയെടുക്കാൻ ഇനി മാൻഷനിലേക്ക് തിരികെ പോകണമെന്നൊരു നിരാശ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ടു മുമ്പും അവളുടെ നെഞ്ചിൽ മാറി മാറി ചൂടും തണുപ്പും നോവും ഒരുമിച്ച് അനുഭൂതി പടർത്തുന്നുണ്ടായിരുന്നു. ഒരു യന്ത്രത്തെ പോലെയാണ് രാധിക തുറന്നു കിടന്ന ബാൽക്കണി ഡോർ വഴി മുറിയിലേക്ക് കയറിയത്. അവളുടെ നിഴൽ പോലെ തന്നെ ശരീരത്തിന്റെ ചലനങ്ങളും നിശബ്ദമായിരുന്നു. ഒരു നിമിഷം അരണ്ട വെളിച്ചത്തിൽ ബെഡിൽ കാണുന്ന കാഴ്ചയിലേക്ക് അവൾ ഉറ്റുനോക്കി നിന്നു. ഏകക്ക് മുകളിൽ വല്ലാത്തൊരു താളത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വൈരിന്റെ ശരീരം, അവളുടെ നെഞ്ചിൽ അമർന്നിരിക്കുന്ന അവന്റെ മുഖം, അവളുടെ കൈവിരലുകൾ അവന്റെ തലമുടിയിൽ അപ്പോഴും കോർത്തു വലിക്കുന്നുണ്ട്. ഒരു കൈ അവന്റെ മുതുകിൽ അള്ളിപ്പിടിച്ച് മുറുക്കി അയക്കുന്നുണ്ട്. ഒപ്പം അവന്റെ ആത്തരങ്ങൾ എന്തിനെയോ ഒപ്പി വലിക്കുന്ന ശബ്ദവും അവളുടെ കുറുകലുകളും. രാധികയ്ക്ക് തനക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ശരീരം സ്വയം നോവിക്കാൻ തോന്നിയ നിമിഷത്തെ അടക്കി പിടിച്ചുകൊണ്ട് ഒരു പാവകണക്കെ മുറി തുറന്നിറങ്ങി രാധിക. ഒഴിഞ്ഞ കോറിഡോറിൽ രാധിക തുറിച്ച കണ്ണുകളോടെ എവിടേക്കോ നോക്കി നിന്നു ഏറെ നേരം. കാതിൽ ഇപ്പോഴും മുഴങ്ങുന്ന വൈരിൻ കിതപ്പോടെ വിളിക്കുന്ന ഒരു നാമം മാത്രമാണ്. വേണ്ട വേണ്ടാന്ന് പലകുറി തടസ്സം പറയുന്നവൾ പിന്നെ അവനെ തൊട്ടും തഴിയും വശം കെടുത്തുന്നു. അവളുടെ ആത്തരങ്ങൾ അവൻ ഭ്രാന്തമായി നുകരുന്നുമൊക്കെ നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥ.
ആ കാഴ്ച കാണാൻ കഴിയാതെ ബാൽക്കണി ഡോർ വലിച്ചുറന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് പോലും ചിന്തിച്ചതാണ്. ഡോർ തുറക്കുന്ന ശബ്ദം മാത്രം മതി താൻ ഇതുവരെ പടുത്തുയർത്ത രാധിക എന്ന തന്റെ നിഷ്കളങ്കത ഒറ്റ നിമിഷം കൊണ്ട് ഉടഞ്ഞു വീഴാൻ. ഇനിയും കാണാൻ കഴിയാതെ മഴ നനഞ്ഞുകൊണ്ട് ഗാർഡനിലെ ചെടികൾക്കിടയിൽ നിലത്തായി കൂടിയിരുന്നു ഏറെ നേരം. അപ്പോഴും കാതിൽ കേൾക്കുന്ന അവന്റെ അധരങ്ങളുടെ സ്വരം ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി രാധികയ്ക്ക്. ഒരു വെയിറ്റർ കയ്യിൽ കരുതിയ ട്രേയിൽ ബിയർ ബോട്ടിലും ഗ്ലാസുകളുമായി നടന്നു പോകുന്ന കാണെ രാധിക അയാൾക്കടുത്തേക്ക് പാഞ്ഞു. ഒരു ഭ്രാന്തിയെ പോലെ തന്റെ മുന്നിൽ നിന്ന് യാതൊരുവിധ സങ്കോചവും കൂടാതെ ഒരു കുപ്പി ബിയർ ശ്വാസം പോലും എടുക്കാൻ മറന്നു ഉയർത്തി പിടിച്ച് കുടിക്കുന്നവളെ ആ പയ്യൻ അമ്പരപ്പോടെ നോക്കി നിന്നു. അല്പനേരം കൂടി അവിടെ അങ്ങനെ നിന്ന ശേഷം കണ്ണുകൾ അമർത്തി തുടച്ച് രാധിക തന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്നാണ് ആരോ ഒരാൾ അവളെ വലിച്ച് റൂമിലേക്ക് ഇട്ടത്. 1-2 നിമിഷത്തെ പകപ്പിന് ശേഷം മുന്നിൽ വല്ലാത്ത ഭാവത്തിൽ അണച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ ചുമന്ന ഞരമ്പുകൾ തെളിഞ്ഞു കാണുന്ന കണ്ണിലേക്ക് രാധിക അമ്പരപ്പോടെ നോക്കി. പ്രേം തിരിഞ്ഞോടും മുമ്പ് രാധികയെ പ്രേം പിന്നിലൂടെ ആക്രമിച്ചിരുന്നു. അവളുടെ ഒടിഞ്ഞ വലം കൈയിൽ തന്നെയാണ് അവന്റെ പിടി ആദ്യം മുറുകിയത്. ഉറക്കെ അലറി വിളിച്ചിട്ട് ഒരു പ്രയോജനവുമില്ലെന്ന് അറിയാമെങ്കിലും രാധിക ആവുന്നത്ര ഉച്ചത്തിൽ അലറി കരഞ്ഞു. പ്രേമിന്റെ ഉരുക്കുകാരെ രാധികയുടെ കവിളിൽ മാറി മാറി പതിയവേ മലർന്നടിച്ച് അവൾ ബെഡിലേക്ക് തന്നെ വീണുപോയി. അവളുടെ ദേഹത്തേക്ക് അമർന്നുകൊണ്ട് ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നവന്റെ കരുത്തിൽ കുതിരലുകളും പിടലുകളും വിഫലമാകുമ്പോൾ രാധികയുടെ മനസ്സിൽ ആദ്യം ഓടി വന്നത് വർഷങ്ങൾക്ക് മുമ്പ് പേര് പോലും അറിയാത്ത ഒരു പെൺകുട്ടിയെ ഇതിനേക്കാൾ കൈകരുത്തുള്ള 5 പുരുഷന്മാർക്കിടയിലേക്ക് തള്ളിയിടാൻ താൻ കാണിച്ച തന്റെ ഇടമാണ്. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് അതേ പെൺകുട്ടി തന്റെ മുന്നിൽ മഹാറാണിയെ പോലെ താൻ പ്രണയിച്ചവന്റെ കൂടെ സുഖമായി ജീവിക്കുന്നു. താൻ ചെയ്ത നീച്ച പ്രവൃത്തി അതേ നാളിൽ തന്നെ അതിനേക്കാൾ ശക്തമായി കാലം തനിക്ക് തിരിച്ചടിയായി നൽകിയിരിക്കുന്നു. രാധിക, നിന്നെ ഞാനിപ്പോ തല്ലിയതിന് സോറി കേട്ടോ. നിന്നെ കാത്ത് ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിരുന്നു. എന്തായാലും വന്നല്ലോ. ഇന്നത്തെ ഈ രാത്രി എല്ലാത്തിനൊരു തുടക്കമാവട്ടെ. ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്ത ഡ്രഗിന്റെ എഫക്റ്റിൽ ആളിലേക്ക് പറന്നു കയറുമ്പോൾ ഇതുപോലെ ഒരുപാട് സത്യങ്ങൾ പ്രേം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. രാധികയുടെ പിടച്ചിൽ പിടിച്ചു കിട്ടിയ പോലെ നിൽക്കാൻ പാകത്തിനുള്ളവ. രാവിലെ തുടരെ ഡോർബെൽ മുഴങ്ങുന്ന ഒച്ചകേട്ടാണ് വൈരിൻ കണ്ണു തുറന്ന് തന്റെ നെഞ്ചിൽ തലവെച്ച് സുഖമായി കിടന്നുറങ്ങുന്നവളെ മുറുകെയൊന്ന് പുണർന്നുകൊണ്ട് അവൻ ആഞ്ഞു ചെന്ന് സൈഡ് ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് സമയം നോക്കി. സമയം 8 മണിയായിട്ടേ ഉള്ളൂ. പക്ഷേ സൈലന്റ് മോഡിലായിരുന്ന ഫോണിൽ വന്ന് കിടക്കുന്ന മിസ്ഡ് കോൾസ് കാണാൻ അവന്റെ നെറ്റി ഒളിഞ്ഞു. 2 തവണ ഏകയുടെ കവിളിൽ മെല്ലെയൊന്ന് തട്ടി വിളിച്ചിട്ടും ഒരു ഞരക്കം പോലില്ലാ കിടന്നുറങ്ങുന്നവളെ പിന്നീട് ശല്യം ചെയ്യാൻ നിൽക്കാതെ ചെറുചിരിയോടെ വൈരിൻ അവളെ മാറ്റിക്കിടത്തി പതിയെ എഴുന്നേറ്റു. അരക്ക് മുകളിൽ സ്ഥാനം മാറി കിടക്കുന്ന അവളുടെ ബാത്റൂബ് പിടിച്ച് നേരെ ഇട്ടുകൊണ്ട് കംഫേർട്ട് കൊണ്ട് നല്ലോണം പുതച്ചു കൊടുത്തു. പുറത്ത് വെളിവായ തുടുത്ത അവളുടെ മുഖത്തേക്ക് നോക്കി ആ കവിളിൽ പുറം കൈ ചേർത്തൊന്ന് തടവി അവൻ. മോർത്താവിൽ ചുണ്ടുകൾ അമർത്തിയ നിമിഷം വീണ്ടും കേട്ടു ഡോർബെല്ലിൽ മുഴങ്ങുന്ന ശബ്ദം. രാത്രി അഴിച്ചിട്ട് നനഞ്ഞ ടീഷർട്ട് ഇപ്പോൾ ഉണങ്ങിയ അവസ്ഥയിലാണെന്ന് കാണെ അത് തന്നെ എടുത്ത് തലവഴിയിട്ടുകൊണ്ട് ഡോറിനടുത്തേക്ക് നടക്കുമ്പോഴും ഡോർബെല്ല് മുഴങ്ങുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്ന ടെൻഷനോടെ മുന്നിൽ നിൽക്കുന്ന അഞ്ജലിയെയും വാമികയും വർഷയുമാണ്. ഈ കൂട്ടത്തിൽ രാധികയെ കാണാതെ വന്നും വൈരിന്റെ നെറ്റി ഒളിഞ്ഞു. രാധികയോടെ മൂവരെന്തെങ്കിലും പറഞ്ഞു തുടങ്ങും മുമ്പ് തന്നെ വൈരിൻ ചോദിച്ചാൽ അത് തന്നെയാണ്. ഏട്ടാ, അത് രാധിക ഇന്നലെ റൂമിൽ എത്തിയിട്ടില്ലെന്ന് അഞ്ജലി പറയുന്നേ. ധൈര്യം സംഭരിച്ച് വാമിക തന്നെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ബാക്കി 2 പേർക്ക് അവനോടൊന്നും മിണ്ടാൻ പോലും പേടി തോന്നി. വന്നില്ലേ? വരാതെ എവിടെ പോവാൻ? എന്തെങ്കിലും അറിയാമെങ്കിൽ തെളിച്ചു പറഞ്ഞ് തുറക്ക് വാമി. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന വൈരൻ ഒച്ചയെടുത്തതേ വാമി എന്ന് വിറച്ചുകൊണ്ട് അഞ്ജലിയെ നോക്കി. മുഖത്തെ കള്ളത്തിരപ്പാടെ മാറ്റിവെച്ച് ആവുന്നത്ര ദയനീയ നിറച്ച് മുഖം കുനിച്ച് നിൽപ്പാണ് അഞ്ജലി. വർഷയും വാമികയും ഒരുപോലെ അഞ്ജലിയെ നോക്കുന്ന കണ്ടിട്ടാണ് വൈരനും അഞ്ജലിക്ക് മുമ്പിൽ നിന്ന്. അഞ്ജലി, മുഖത്ത് നോക്ക്. നന്നേ മുഴക്കമുള്ള സ്വരം കേട്ടതും അഞ്ജലി ധൈര്യം സംഭരിച്ചുകൊണ്ട് വൈരനെയും നോക്കി. ശേഷം അവളുടെ മനസ്സിൽ തോന്നിയൊരു സംശയമാണ് താനിപ്പോൾ പറയുന്നെന്ന് വ്യാജേന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുഷ്ടി ഉരുട്ടി പിടിച്ച വൈരൻ ദേഷ്യത്തിൽ മുന്നോട്ട് കുതിച്ചതും ആ വാതിൽക്കൽ പോയി നാഞ്ഞു കുട്ടിയതൊക്കെ നിമിഷ നേരം കൊണ്ടായിരുന്നു. വാമി, അച്ഛനെ വിളിക്ക് വേഗം. കയ്യിലെ ഫോൺ ഫേസ് ലോക്ക് മാറ്റി വാമിക്ക് നേരെ നീട്ടി പറയുമ്പോൾ അത് വാങ്ങി അച്ഛനെന്ന് സേവ് നമ്പറിലേക്ക് ഡയൽ ചെയ്തുകൊണ്ട് അല്പം മാറിയെന്ന് വാമിക. എല്ലാം കണ്ട അഞ്ജലിയുടെ ചുണ്ടിന്റെ കോണിലൊരു പുഞ്ചിരി വിരിഞ്ഞു. മനസ്സിൽ അഞ്ജലി ആർത്തി ചിരിച്ചു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതല്ല മക്കളെ. ആക്ട്രസ് അഞ്ജലി ദേവൻ കെണിയൊരുക്കിയത് ഏകാ വിശ്വനാഥിന് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് രാധിക രാജഗോപാലിന് വേണ്ടി തന്നെ ആയിരുന്നു. അഞ്ജലി അവളുടെ പപ്പ ദേവനും പ്രേമം മാത്രം അറിഞ്ഞൊരു ചെറിയ പ്ലാൻ. തന്റെ മകൾ അഞ്ജലിയെ ഭൂലോകത്തിൽ നിന്ന് തുടച്ചു നീങ്ങാൻ ശ്രമിച്ച രാധികയെ ദേവൻ അങ്ങനെ വെറുതെ വിടാൻ കഴിയോ? പ്ലാൻ പടിയെല്ലാം ഭംഗിയായി നടന്നാൽ രാധിക പ്രേമിന് എന്നേക്കുമായി സ്വന്തമാവും. രാധികയെ ജീവിതസഖിയായി കിട്ടിയാൽ കയ്യിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളുടെ കണക്കെടുപ്പിലായിരുന്നു പ്രേം.
ഇല്ലാത്ത ആശകൾ കൊടുത്താവില്ലാതെ വളർത്തിയെടുത്തതും അഞ്ജലി തന്നെയായിരുന്നു. വെറും ഒറ്റ ദിവസം കൊണ്ട് പ്രേം രാധിക എന്ന മോഹം വളർത്തി വലുതാക്കി പുഷ്പിച്ചെടുത്തു. നിന്നെ ഞാനും എൻ്റെ അച്ഛനും ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ രാധിക അഞ്ജലിയുടെ മുഖത്ത് നോക്കി വീമ്പ് പറയുമ്പോഴും എല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരുന്ന അഞ്ജലിക്ക് ഒരുപക്ഷെ ഏകയോടുള്ളതിനേക്കാൾ പക രാധികയോട് തോന്നിയാൽ അത് സ്വാഭാവികമല്ലേ? തന്നെ കൊല്ലാൻ നോക്കിയവരോട് കൂട്ടുകൂടാനും പുതിയ ഉടമ്പടികളിൽ ഒപ്പുവെക്കാനും മാത്രം അത്രയ്ക്കും മണ്ടിയൊന്നുമല്ല അഞ്ജലി ദേവൻ. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇരട്ടി മധുരം പോലെ ഏകയെ പ്രേമിന് റൂമിലേക്ക് കിട്ടുന്നത്. രാധിക ഇത്ര വേഗം ഏകയെ ട്രാപ്പിലാക്കുമെന്ന് അഞ്ജലിയോ പ്രേമോ ഒന്നും കരുതിയില്ല. അതുകൊണ്ട് തന്നെ അഞ്ജലി മാക്സിമം രാധികയിൽ നിന്ന് വിട്ടു നിൽക്കാനും ശ്രമിച്ചു. ഏകയെ റൂമിൽ കണ്ട പ്രേമും ഒരുപക്ഷെ പ്ലാനൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് ചിന്തിക്കാതിരുന്നില്ല. അത്രയ്ക്കുണ്ടേ അവന് പെണ്ണിനോടൊരു കൊതി. പക്ഷെ അത് മുതൽ വേറെയാണെന്ന് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചൊന്നും ഉള്ളി പോലും നോവിക്കാതെ അടിയെല്ലാം നിന്ന് കൊണ്ടതും ഏക എത്രയും പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് പോട്ടെ എന്ന് കരുതി നിലത്തായി പ്രേം ഇരുന്നതും. ഒരടി മാത്രമല്ല, കൂട്ടത്തള്ളി പ്രതീക്ഷിച്ച് തന്നെയാണ് പ്രേം വാതിലിനടുത്തേക്ക് നടന്നിരുന്നത്. ഡോർ തുറന്നു പ്രേം മുറിയുടെ ഒരു മൂലയിൽ തെറിച്ചു വീണിരുന്നു. ബെഡിൽ പുതപ്പും വാരി ചുറ്റി ഹെഡ് ഡ്രസ്സിൽ ചാരിയിരിക്കുന്ന രാധികയെ നോക്കി അമ്പരപ്പ് അഭിനയിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി അവൾക്കടുത്തേക്ക് നടന്നിരുന്നു അഞ്ജലി. വൈനിന്റെ ഭാവം കണ്ട് ഭയന്നുപോയ വർഷ ഫോൺ ചെയ്യുന്ന വാമിക്കടുത്തേക്ക് പതുങ്ങി നിന്നതേയുള്ളൂ. ബെഡിൽ പുതച്ചു മൂടിയിരിക്കുന്ന രാധികയെ ഒരിക്കലേ വൈരി നോക്കിയുള്ളൂ. ആ നിമിഷം തന്നെ പ്രേമിനെ കൊന്നുകളയാനുള്ള ദേഷ്യം അവരിൽ പടർന്നു കയറി. നിലത്തിടുന്ന പ്രേമിനടുത്തേക്ക് പാഞ്ഞിന്ന് അവനെ പിടിച്ചു വരുത്തി ഊക്കോടെ പഞ്ച് ചെയ്തു വൈരി. അവന്റെ ഓരോ അടിയിലും വലിയ പാറക്കഷ്ണം ദേഹത്ത് പതിക്കുന്ന പോലെ തോന്നി പ്രേമിന്. വൈരി, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. വർമ്മ കുടുംബത്തിലെ പെണ്ണിനെ കൈവച്ചിട്ട് ജീവനോടെ പോവാൻ നേരിയ നീ. ആഞ്ഞു കിട്ടിയ തൊഴിയിൽ ഒരിക്കൽ കൂടി പ്രേം ചുമലിൽ പോയി ഇടിച്ചു വീണു. വയറിൽ കൈവച്ച് വൈരിന് നിമിഷം കിതച്ചു പോയെങ്കിലും അടുത്ത നിമിഷം തന്നെ അവൻ വീണ്ടും പ്രേമിനടുത്തേക്ക് പാഞ്ഞു ചെന്നിരുന്നു. അഞ്ജലിയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലായതും രാധിക മുഖമുയർത്തി അവളെ നോക്കി. രാധികയ്ക്ക് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് കയറിയിരുന്നു അഞ്ജലി. സർപ്രൈസ്. താളത്തിൽ മെല്ലെ പറയുന്നവരുടെ പകയേറിയുന്ന കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയിരുന്നു രാധിക. അറിഞ്ഞതാണ് എല്ലാം. തന്റെ ശരീരത്തിൽ പടർന്നു കയറുമ്പോൾ സത്യങ്ങളൊക്കെ പ്രേമ ഉന്മാദാവസ്ഥയിലും വിളിച്ചു പറഞ്ഞതാണ്. അവിടെയാണ് രാധികയുടെ പിടച്ചിൽ നിന്നു പോയത്. നീ എന്താടി വിചാരിച്ചേ? നിന്റെ ഒപ്പം ചേർന്ന് ഞാൻ ആ ഏകക്ക് കെണിയൊരുക്കിയെന്നോ? അങ്ങനെ കെണി ഞാൻ ഉണ്ടാക്കിയാലേ വൈനിൻ രുദ്രദേവ് വർമ്മ എന്നെന്തോ ലെവനിനെ പച്ചക്ക് കൊളുത്തുന്ന അറിയില്ല നിനക്ക്. ഇപ്പൊ തന്നെ നോക്കി പ്രേം വാരിക്കൂട്ടുന്നൊക്കെ നിന്നെ പീഡിപ്പിച്ചേനാ. അപ്പൊ നിന്റെ സ്ഥാനത്ത് ഏകയായിരുന്നെങ്കിൽ ഓർത്ത് നോക്കിയേ. പ്രേം കാലി എന്റെ മുന്നിൽ വന്നിരുന്ന് ഞെളിഞ്ഞിരുന്ന് നിന്റെ ജീവചരിത്രം ആത്മകഥയൊക്കെ നീ വിളമ്പിയപ്പോ കേരളക്കാരറിയപ്പെടുന്ന ഒരു സിനിമാ നടി നിന്റെ കഥയിൽ വില്ലത്തിയായി. ഞാൻ നിന്റെ വൈദ്യനെ തട്ടിയെടുക്കാൻ വന്ന വില്ലത്തിയല്ലേ? അങ്ങനെ നീയും നിന്റെ തന്തയും ചേർന്ന് ബാംഗ്ലൂർ വെച്ച് തന്നെ എന്നെ അങ്ങ് ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ എന്റെ ശരിക്കുള്ള വില്ലത്തിനും കൂടി ആദ്യം നിനക്കെന്നെ കാണിച്ചിരുന്നു ഞാനങ്ങ് ഓർത്തു. ശരിയാ, നിന്റെ തന്തയെ എനിക്ക് പേടിയാട്ടോ. പക്ഷെ എന്റെ പപ്പ എനിക്ക് വിശ്വാസം. നിനക്ക് ഈ അവസ്ഥ വന്നതിൽ കുറ്റബോധം എനിക്കില്ല. നീ പണ്ടായ ഏകയോട് ചെയ്തതിന്റെ പകുതി പോലും ആയിട്ടില്ല ഇത്. ഇന്നലെ നടന്ന കാര്യങ്ങളോ നമ്മൾ തമ്മിൽ സംസാരിച്ച പ്ലാനിങ്ങോ പുറത്തെങ്ങാനും അറിഞ്ഞ നീ ഏകയോട് ചെയ്തു ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും. പിന്നെ ഒരു കാര്യം, നീയും പ്രേമമായിട്ട് ഈ റൂമിൽ നടന്നൊക്കെ അവൻ്റെ പക്കൽ HD ക്ലാരിറ്റി തന്നെയുണ്ട്. അത് പുറലോകം കാണണമെങ്കിൽ പ്രേമും നീയും പ്രേമത്തിലാണെന്നും സ്വന്തം ഇഷ്ടപ്രകാരം അവൻ്റെ റൂമിൽ വന്ന് കയറിയതാണെന്നും നീ ഇവിടെ പറയണം. പറയാൻ നിരക്കുന്നതാണെങ്കിൽ പ്രേം പറയുമ്പോൾ മിണ്ടാതെ അങ്ങ് സമ്മതിച്ചു കൊടുക്കണമില്ല. പുറത്ത് കണ്ണും തുറന്ന് കുറെ ക്യാമറകൾ ഇരിപ്പുണ്ട്. നീ എന്തായിരുത്തി ഇത്രയും വലിയ ഹോട്ടലിലെ CCTV സ്വന്തം നിയന്ത്രണത്തിലാക്കാൻ പ്രേമിന് കഴിയുന്നോ? അത്രത്തോളം വളർന്നിട്ടില്ല നിന്റെ പിഴപ്പിച്ച പ്രേമ. നീ ഏകയെ സ്വന്തം കാമുകന്റെ മുറിയിലേക്ക് തള്ളിവിടുന്നു. അവള് നിനക്കിട്ട് പൊട്ടിക്കുന്നു. പിന്നീട് നീ അവളുടെ പിന്നാലെ ഓടി അവളുടെ മുറിയിലേക്ക് കയറി പോകുന്നു. പാതിരാത്രി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വെയിറ്ററുടെ കയ്യിൽ നിന്നും ബിയർ ബോട്ടിൽ വാങ്ങിക്കുടിച്ച് തീർക്കുന്നു. നിന്നെ പ്രേം റൂമിലേക്ക് വലിച്ചു കയറ്റുന്നതൊക്കെ ക്യാമറയിലുണ്ട്. പിന്നെ രാവിലെ ഞാനും വർഷയും വാമികയും നിന്നെ കാണാതെ കരഞ്ഞു വിളിച്ച് നടക്കുന്നതൊക്കെ ഉണ്ട്. വൈദ്യം വല്ലതും ചോദിച്ചാൽ നിന്റെയും പ്രേമിൻ്റെയും പ്രേമകഥ എനിക്കറിയാമെന്ന് ഞാനും അങ്ങ് പറയും. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഇത്രയേ ചെയ്തുള്ളൂ. എന്ത് ചെയ്യാനാ രാധിക? ഈ അഞ്ജലി ഒരു നടിയായി പോയില്ലേ? അഭിനയം എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയി. അപ്പോഴേ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പാക്കലാം.